Good morning. Today we are discuss about lithosphere and asthenosphere. Lithosphere and asthenosphere. We are studied about the inner structure of the earth. Inner structure of the earth. Crust, mantle and core. Then lithosphere and asthenosphere. The crust and the upper part of the mantle together are known as lithosphere. Listen carefully. The crust and the upper part of the mantle together are known as lithosphere. Lithosphere. ലിത്തോസ് എന്ന് പറഞ്ഞാൽ റോക്ക് എന്നാണ് മീനിങ്. ലിത്തോസ്ഫിയർ റോക്ക് ഉള്ള മണ്ഡലം, ശിലാമണ്ഡലം എന്ന് പറയും. ലിത്തോസ്ഫിയർ ഇൻക്ലൂഡ്സ് ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദ മാൻറ്റിൽ. ബോത്ത് ഓഫ് ദീസ് പാർട്സ് ആർ നോൺ ആസ് lithosphere. The crust and the upper part of the mantle together are known as lithosphere. നോട്ടിലേക്ക് എഴുതിക്കോളുണ്ട് കേട്ടോ, എന്നിട്ട് പഠിക്കണം. What is meant by lithosphere? Then asthenosphere. The part beneath the lithosphere where the materials exist in a partially molten state is known as asthenosphere. This is the source of the molten rock material that comes out during volcanic eruptions. അസ്തനോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ്? ദ പാർട്ട് ബിനീത്ത് ദ ലിതോസ്ഫിയർ. ഈ ലിതോസ്ഫിയറിൻ്റെ അടിഭാഗത്ത് കുറച്ച് താഴെയായിട്ട് അവിടെ എങ്ങനെയാണ്? വേർ ദ മെറ്റീരിയൽസ് എക്സിസ്റ്റ് ഇൻ എ പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ്. വേർ ദ മെറ്റീരിയൽസ്, അവിടെ മെറ്റീരിയൽസ് കാണപ്പെടുന്നത് എങ്ങനെയാണ്? പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റിലാണ്, ഭാഗികമായിട്ട്, അതായത് അർദ്ധദ്രാവകാവസ്ഥയിൽ. പാർഷ്യലി മോൾട്ടൺ സ്റ്റേറ്റ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അപ്പോൾ ഈ ലിത്തോസ്ഫിയറിൻ്റെ അടിഭാഗത്തേക്ക് പദാർത്ഥങ്ങൾ, മെറ്റീരിയൽസ് ഒരു ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മണ്ഡലമുണ്ട്. അതിൻ്റെ പേരാണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ദാറ്റ് കംസ് ഔട്ട് ഡ്യൂറിങ് വൾക്കാനിക് ഇറപ്ഷൻസ്. നിങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ആ സമയത്ത് ലാവ പുറത്തേക്ക് ഒഴുകുന്നൊക്കെ അറിയാം. അങ്ങനെ ഈ ലാവയായിട്ട് പുറത്തേക്ക് വരുന്നത് ഈ അസ്തനോസ്ഫിയറിൻ്റെ ുള്ള ഈ മോൾട്ടൺ റോക്സ് ആണ് കേട്ടോ. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ ദാറ്റ് ഇസ് ലാവ കംസ് ഔട്ട് ഡ്യൂറിങ് വൾക്കാനിക് ഇറപ്ഷൻസ്. അപ്പോൾ നമ്മളിവിടെ ലിതോസ്ഫിയർ ആൻഡ് അസ്തനോസ്ഫിയർ രണ്ടും പഠിച്ചു കേട്ടോ. നോട്ടിലേക്കും എഴുതി വയ്ക്കാം. ദെൻ റോക്സ്. The lithosphere acquires its name from the material with which it is made with rock. The lithosphere acquires its name. ലിത്തോസ്ഫിയറിന് ആ പേര് വന്നിരിക്കുന്നത് തന്നെ ലിത്തോസ്ഫിയർ. ലിത്തോ എന്ന് പറയുമ്പോൾ റോക്ക് എന്നാണ്. ലിത്തോസ്ഫിയർ റോക്കുള്ള സ്ഫിയർ, മണ്ഡലം അല്ലേ. ദ ലിത്തോസ്ഫിയർ acquires its name from the material with which it is made. അത് നിർമ്മിച്ചിരിക്കുന്നത് റോക്സ് കൊണ്ടാണ്. അത് കാരണം അതിൻ്റെ പേര് റോക്സ്, അതിൻ്റെ ലിത്തോസ്, ദാറ്റ് ഈസ് ലിത്തോസ്ഫിയർ. If you look around, you can see rocks of different colors and hardness. This diversity is due to its constituents. The constituents of rocks are called minerals. അല്ലേ? Around you can see different types of rocks, different types and different colors of റോക്സ് അല്ലേ. ഹാർഡ് റോക്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റോക്സിലും ഡിഫറെൻറ്റ് കളേഴ്സിലും കാണപ്പെടുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ദിസ് ഡൈവേഴ്സിറ്റി ഈസ് ഡ്യൂ ടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്യുവൻസ്. അതിലടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ അല്ലേ, ഘടകങ്ങൾ, അവയാണ് ഈ ഹാർഡ്നെസ് കൂട്ടുന്നത്, അതുപോലെ തന്നെ കളറ് ഡിഫറെൻ്റ് ആക്കുന്നത്. മനസ്സിലായോ? If you look around, you can see rocks of different colors and hardness. This diversity is due to its constituents. The constituents of rocks are called minerals. Then minerals. The minerals എന്ന് പറയുമ്പോൾ the constituents of rocks are called minerals. ഈ ശിലകളിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുമ്പോൾ ഘടകങ്ങൾ. The constituents of rocks are called minerals. മിനറൽസ് ധാതുക്കൾ എന്ന് പറയുമ്പോൾ the constituents of rocks are called minerals. More than 2000 minerals such as silica, mica, hematite, bauxite, etc. have been identified on Earth.
മോർ ദാൻ 2000 മിനറൽസ്, 2000-ലധികം മിനറൽസാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്. മിനറൽസ് ലൈക്ക് സിലിക്ക, മൈക്ക, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ് അല്ലേ, അതുപോലെ തന്നെ ഗോൾഡ്, അയൺ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇത്തരം മിനറൽസാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസ് ആർ ഐഡൻറ്റിഫൈഡ് ഓൺ എർത്ത്. Based on the mode of formation, rocks can be classified into three igneous വായിക്കണം കേട്ടോ, ഇഗ്നിയസ് എന്ന് വായിക്കാം, ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റാമോർഫിക്. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ, ഈ റോക്സ് രൂപം കൊണ്ടതിനെ ബേസ് ചെയ്തുകൊണ്ട് റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. റോക്സിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഇഗ്നിയസ്, സെഡിമെൻ്ററി റോക്സ് ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. കാണാതെ പഠിച്ചു വെച്ചിട്ട് നോട്ട്സിലേക്കൊക്കെ എഴുതി പഠിക്കണം. ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ, റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റാമോർഫിക്. നോക്കൂ, നമുക്കൊന്നും കൂടി വിശദമായിട്ട് പഠിക്കാം. ഇഗ്നിയസ് റോക്സ്. ഇഗ്നിയസ് റോക്സ് എന്ന് പറയുമ്പോൾ ആഗ്നേയ ശിലകൾ എന്നൊക്കെ അതിന് മലയാളത്തിൽ പറയും. ഇഗ്നിയസ് റോക്സ് അതായത് ഭൂമിയിൽ പലതരത്തിലുള്ള ശിലകൾ, റോക്സ് കാണപ്പെടുന്നുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിലിൻ്റെ അതുപോലെ തന്നെ ഹാർഡ്നെസ്സിലൊക്കെ വ്യത്യാസമുള്ള റോക്സ് ഉണ്ട് അല്ലേ. ഈ റോക്സിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അതുപോലെ ഹാർഡ്നെസ്സിലൊക്കെ ഡിഫറെൻ്റ് ആവാനുള്ള കാരണം എന്താണ്? അതിലടങ്ങിയിട്ടുള്ള മിനറൽസാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു മോർ ദാൻ 2000 മിനറൽസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഓൺ എർത്ത് എന്ന് പഠിച്ചു അല്ലേ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് ഓർ ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ഫോർമേഷൻ, രൂപം കൊള്ളുന്നതിനെ അടിസ്ഥാനമാക്കി റോക്സിനെ എത്രയായിട്ട് തരംതിരിച്ചു? 3ആയിട്ട്: ഇഗ്നിയസ്, സെഡിമെൻ്ററി ആൻഡ് മെറ്റാമോർഫിക് റോക്സ്. ഇഗ്നിയസ് റോക്സ് നോക്കാം നമുക്ക്. ആദ്യത്തേത് ഇഗ്നിയസ് റോക്സ്, ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നു. As all other rock types are formed from the igneous rocks, they are called primary rocks. പ്രൈമറി റോക്സ് എന്നറിയപ്പെടുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. കാരണം എന്താണ്? ഓൾ അതർ റോക്ക് ടൈപ്സ് ആർ ഫോംഡ് ഫ്രം ദ ഇഗ്നിയസ് റോക്സ്. മറ്റുള്ള എല്ലാ റോക്സും ഫോം ചെയ്തിരിക്കുന്നത് ഇഗ്നിയസ് റോക്സിൽ നിന്നാണ്. അത് കാരണം ഇഗ്നിയസ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്. Igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. പഠിച്ചു വയ്ക്കാനുള്ളതാണ്. ഈ ഫ്ലോ ചാർട്ട് നിങ്ങളും എഴുതണം. ചോദ്യം ബേസ്ഡ് ഓൺ ദ മോഡ് ഓഫ് ആ ഒരു സെൻറ്റൻസ് ചെയ്തിട്ട് റോക്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഫസ്റ്റ് വൺ igneous rocks. എന്താണ്? Igneous rocks are formed by the molten rock material rising through the fissures in the crust. അതായത് ഈ ക്രസ്റ്റ് ഉണ്ടല്ലോ, ക്രസ്റ്റിൻ്റെ വിടവുകളിലൂടെ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് പുറത്തേക്ക് വരും. അഗ്നിപർവ്വതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ഏതിലൂടെ പുറത്തേക്ക് വരും? ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ്, ക്രസ്റ്റിലുള്ള വിള്ളലുകളിലൂടെ. ആൻഡ് സോളിഡിഫൈയിങ് ഐദർ ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ്. അങ്ങനെ ആ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ പുറത്തേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ആ ക്രസ്റ്റിനുള്ളിൽ വെച്ച് തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ എങ്ങനെയാവാം, ഭൂമിയുടെ ഉപരിതലത്തിൽ വന്നിട്ടോ തണുത്തുറഞ്ഞ് റോക്സായിട്ട് മാറാറുണ്ട്. അതാണ് പറയുന്നത് igneous rocks are formed by the molten rock material rising through the fissures in the crust and solidifying എന്ന് പറയുമ്പോൾ ഉറയ്ക്കുക, തണുത്തുറയുക. solidifying either on the surface of the earth, ഒന്നുകിൽ ആ മോൾട്ടൺ റോക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ വന്നിട്ട് തണുത്തുറയാം, ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിലോ ക്രസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അത് സോളിഡിഫൈ ചെയ്യാം. അങ്ങനെ റോക്സ് രൂപപ്പെടാം. ദ ടൈപ്സ് ഓഫ് റോക്സ് ആർ കോൾഡ് igneous rocks. എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ട്. എക്സാമ്പിൾസ് ഓഫ്
ഇഗ്നിയസ് റോക്സ് ആർ ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ ഇഗ്നിയസ് റോക്സ് അപ്പോൾ ഭൂമിക്ക് അടിയിൽ ഈ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ് ഉണ്ട്. അത് ഭൂമിയുടെ അടിയിലെ ചൂട് കാരണം, സമ്മർദ്ദം, പ്രഷർ കാരണം മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്ത് വന്നിട്ട് സോളിഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ് സെൽഫ്, അല്ലേ, ക്രസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടും അത് സോളിഡിഫൈൻ ചെയ്യാം, തണുത്തുറയാം. ദിസ് ടൈപ്പ് ഓഫ് റോക്സ് ആർ കോൾഡ് ഇഗ്നിയസ് റോക്സ്, ദാറ്റ് ഈസ് പ്രൈമറി റോക്സ്. എക്സാമ്പിൾ ഗ്രാനൈറ്റ് ആൻഡ് ബസാൾട്ട്. ദെൻ സെഡിമെൻ്ററി റോക്സ്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുമ്പോൾ അവസാദ ശിലകൾ എന്നൊക്കെ പറയും. അപ്പോൾ ഇഗ്നിയസ് റോക്സ് ഗ്രാനൈറ്റും ബസാൾട്ടും ആണ് കേട്ടോ. ഗ്രാനൈറ്റൊക്കെ നിങ്ങൾക്ക് പരിചിതമായ ഒരു റോക്കാണ്. ദെൻ സെഡിമെൻ്ററി റോക്സ്. റോക്സ് അണ്ടർഗോ weathering in course of time. The debris so formed will be deposited in the low regions as layers. These materials gradually get lithified and transformed into sedimentary rocks. അപ്പോൾ എന്താണ്? റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. കുറേ കാലം കൊണ്ട്, വളരെ സമയം കൊണ്ട്, അല്ലെങ്കിൽ കുറേ കാലാന്തരം കൊണ്ട് റോക്സൊക്കെ എന്ത് ചെയ്യുന്നു? വെതറിങ്ങിന് വിധേയമാകുന്നു, പൊടിയുന്നു. റോക്സ് അണ്ടർഗോ വെതറിങ് ഇൻ കോഴ്സ് ഓഫ് ടൈം. കുറേ കാലം എടുത്താൽ കാലാന്തരത്തിൽ പാറകൾ പൊടിഞ്ഞ മണ്ണുണ്ടാകും, നമുക്കറിയാം. ദ ഡെബ്രിസ് സോ ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻസ് ആസ് ലെയേഴ്സ്. അങ്ങനെ ഈ റോക്സ്, ആ മണ്ണൊക്കെ ആയ ഭാഗങ്ങളുണ്ടല്ലോ, ദ ഡെബ്രിസ് എന്ന് പറയുമ്പോൾ അവശിഷ്ടങ്ങൾ എന്നൊക്കെയാണ് കേട്ടോ. ഡെബ്രിസ് സോ ഫോംഡ് വിൽ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻസ് ആസ് ലെയേഴ്സ്. അപ്പോൾ മഴ, കാറ്റ്, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ പൊടിഞ്ഞ മണ്ണ് ഇങ്ങനെ നീക്കം ചെയ്ത് പോയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റഡ് ഇൻ ദ ലോ റീജിയൻസ് ആസ് ലെയേഴ്സ്. അതങ്ങനെ അവിടെ ചെന്ന് അടുക്കുകളായിട്ട് ലെയേഴ്സായിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും സെഡിമെൻറ്റ്സ്. ദീസ് മെറ്റീരിയൽസ് ഗ്രാജുവലി ഗെറ്റ് ലിത്തിഫൈഡ്. ലിത്ത് എന്ന് പറയുമ്പോൾ അവിടെ കല്ല് എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ക്രമേണ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി ഗെറ്റ് ലിത്തിഫൈഡ്. ക്രമേണ അത് വളരെ ഉറപ്പുള്ള ശിലകളായിട്ട് മാറുകയാണ്, പാറകളായിട്ട് മാറുകയാണ്. ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു സെഡിമെൻ്ററി റോക്സ്. അങ്ങനെ കാലക്രമേണ ഈ മണ്ണ് അടിഞ്ഞത് ഭൂമിക്കുള്ളിലെ ചൂടും മർദ്ദമൊക്കെ കാരണം അത് ഒരു സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുകയാണ്. സെഡിമെൻ്ററി റോക്സ്, നമ്മൾ വീടൊക്കെ നിർമ്മിക്കാൻ എടുക്കുന്ന ചുവന്ന കല്ലിലെ മക്കളെ, അതൊക്കെ ഇങ്ങനെ മണ്ണ് ഭൂമിക്കടിയിൽ കിടന്നിട്ട് ഭൂമിക്കുള്ളിൽ ഹൈ പ്രഷർ കാരണം, ഹൈ ടെമ്പറേച്ചർ കാരണം സെഡിമെൻറ്റ്സ് ആണ് അതൊക്കെ. അതങ്ങനെ ഉറച്ചിട്ട് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുകയാണ്. എക്സാമ്പിൾ സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ എക്സെട്ര. സാൻഡ്സ്റ്റോൺ മണൽക്കല്ല്, ലൈംസ്റ്റോൺ ചുണ്ണാമ്പുകല്ല്, ഇതൊക്കെ സെഡിമെൻ്ററി റോക്സ് ആണ്. As the sedimentary rocks are formed in layers, they are also known as stratified rocks. Stratified rocks, അടുക്കുശിലകൾ എന്ന് പറയും. ഈ സെഡിമെൻ്ററി റോക്സ് കാണുന്ന ലെയേഴ്സായിട്ടാണ് നമ്മൾ പഠിച്ചു, അല്ലേ? ലെയേഴ്സ്, പാളികൾ, ഓരോ ലെയറുകളായിട്ട്. സോ ദിസ് റോക്സ് ആർ കോൾഡ് സ്ട്രാറ്റിഫൈഡ് റോക്സ്, അടുക്കുശിലകൾ എന്ന് അറിയപ്പെടുന്നു. സെഡിമെൻ്ററി റോക്സ് ആർ കോൾഡ് stratified rocks. Why? As the sedimentary rocks are formed in layers. Then metamorphic rocks. Metamorphic rocks എന്ന് പറയുമ്പോൾ കായാന്തരിത ശിലകൾ എന്നൊക്കെ പറയും. Metamorphic rocks. When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. Metamorphic rocks എങ്ങനെ ഉണ്ടാക്കുന്നത്? When rocks undergo, ഭൂമിക്കടിയിലുള്ള പാറകൾ, റോക്സ്, അത് ഹൈ ടെമ്പറേച്ചറിൻ്റെ അതുപോലെ തന്നെ ഹൈ പ്രഷറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഫിസിക്കലായിട്ടും കെമിക്കലൊക്കെ ആയിട്ട് ധാരാളം ചേഞ്ചസിന് വിധേയമാകും റോക്സ്. ഭൂമിക്കടിയിലെ പാറകൾ, ഭൂമിക്കടിയിലെ ടെമ്പറേച്ചറ്, പ്രഷറ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫിസിക്കലായിട്ടും കെമിക്കലൊക്കെ ആയിട്ട് പല ചേഞ്ചസിനും വിധേയമായിട്ട് രൂപം കൊള്ളുന്ന റോക്സാണ് മെറ്റാമോർഫിക് റോക്സ്. എക്സാമ്പിൾ മാർബിൾ ആൻഡ് സ്ലേറ്റ്. മാർബിൾ, നിലത്തൊക്കെ കിടന്ന മാർബിളില്ലേ, മാർബിൾ, സ്ലേറ്റ്, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്, മെറ്റാമോർഫിക് റോക്സിനാണ്. വെൻ റോക്സ് അണ്ടർഗോ
physical and chemical changes due to high temperature and pressure. Metamorphic rocks are formed. Metamorphic rocks are prominent in Kerala. കേരളത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന റോക്സ് ഏതാണ്? മെറ്റാമോർഫിക് റോക്സ് ആണ്. മോസ്റ്റ്ലി ഫൗണ്ട് റോക്സ് ഇൻ കേരള ആർ മെറ്റാമോർഫിക് റോക്സ്. മെറ്റാമോർഫിക് റോക്സ്. സെഡിമെൻ്ററി റോക്സ് ആർ കോൾഡ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. ഇഗ്നിയസ് റോക്സ് ആർ പ്രൈമറി റോക്സ്. ഓരോന്നിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, റോക്ക് സൈക്കിളാണ് നമ്മൾ പഠിക്കുന്നത്. റോക്ക് സൈക്കിൾ. ഈ റോക്സ് ഉണ്ടല്ലോ, എന്നും ഒരു രൂപത്തിൽ കാണുന്ന റോക്ക് അതേപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. മെറ്റാമോർഫിക് റോക്ക് സെഡിമെൻ്ററി റോക്കായിട്ടും ഇഗ്നിയസ് റോക്കായിട്ടൊക്കെ രൂപാന്തരം ഭാവിക്കാം. അതാണ് നമ്മൾ റോക്ക് സൈക്കിൾ എന്നതിൽ പഠിക്കുന്നത്. ദ റോക്സ് മേ നോട്ട് റിമെയിൻ ഇൻ ഐദർ ഒറിജിനൽ ഫോം ഫോർ എവർ. ഇൻ ദെയർ ഒറിജിനൽ ഫോം ഫോർ എവർ. ഐദർ എന്നല്ല കേട്ടോ. ദ റോക്സ് മേ നോട്ട് റിമെയിൻ ഇൻ ദെയർ ഒറിജിനൽ ഫോം ഫോർ എവർ. ഈ ശിലകളുണ്ടല്ലോ, പാറകളുണ്ടല്ലോ, അത് ഒരിക്കലും അതിൻ്റെ ആ ഒറിജിനൽ ഫോമിൽ തന്നെ എല്ലാ കാലത്തും നിലനിന്ന് കൊള്ളണമെന്നില്ല. They are subjected to several changes over time. They are subjected. അവ എന്തിന് വിധേയമാകുന്നു? several changes over time. കാലക്രമേണ പലവിധ മാറ്റങ്ങൾക്കും ഈ റോക്സ് വിധേയമാകുന്നു. Observe the diagram and fill in the blanks. Observe the diagram. That is rock cycle. ശ്രദ്ധിക്കൂ കേട്ടോ. igneous rock. Igneous rocks disintegrates. Igneous rocks എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആഗ്നേയശിലയാണ്, പ്രൈമറി റോക്സ് ആണ്. അത് ഡിസിൻറ്റഗ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ പൊടിയുന്നു. ഇഗ്നിയസ് റോക്സ് കുറേ കാലങ്ങൾക്ക് ശേഷം അത് ഡിസിൻറ്റഗ്രേറ്റ്സ്, പൊടിയുന്നു. ദെൻ ലിഥിഫൈസ് ഇൻ ലെയേഴ്സ്. ക്രമേണ അങ്ങനെ പൊടിഞ്ഞിരുന്നെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ഇങ്ങനെ അടുക്കുകളായിട്ടുള്ള പാറകളായിട്ട് മാറും. ലെയേഴ്സ് ഉള്ള ലിഥിഫൈസ്, അടുക്കുശിലകളായിട്ട് മാറുന്നു. ദെൻ ഫോം സെഡിമെൻ്ററി റോക്സ്. പിന്നെ അതെന്തായിട്ട് മാറും? അങ്ങനെ ലെയേഴ്സായിട്ട് മാറുമ്പോൾ അത് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറില്ലേ? ഈ സെഡിമെൻ്ററി റോക്സ് പിന്നെയും ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും. സെഡിമെൻ്ററി റോക്സ് അഗെയിൻ ഫോം അനദർ ടൈപ്പ് ഓഫ് റോക്ക്, ദാറ്റ് ഈസ് മെറ്റാമോർഫിക് റോക്ക്. എങ്ങനെയാണ്? ഹൈ പ്രഷർ ഓർ ടെമ്പറേച്ചറിൻ്റെ ഇഫക്റ്റായിട്ട്. മെറ്റാമോർഫിക് റോക്സ് എന്ത് ചെയ്യുന്നു? മെൽസ് ആൻഡ് ഫോംസ് ലാവ, മാഗ്മയൊക്കെ ഉരുകി അത് പിന്നെന്തായിട്ട് മാറും? സോൾഡിഫൈസ്, തണുത്തുറഞ്ഞിട്ട് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറും. കണ്ടില്ലേ? അപ്പോൾ ഇഗ്നിയസ് റോക്സ് കുറേ കാലങ്ങൾക്ക് ശേഷം സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറും. സെഡിമെൻ്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് ആയിട്ട് മാറും. മെറ്റാമോർഫിക് റോക്സ് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറും. അപ്പോൾ അതിങ്ങനെ ഒരിക്കലും ഒരു തരത്തിലുള്ള ശിലകളും അതേപോലെ നിലനിൽക്കുന്നില്ല. ക്രമേണ അവ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇനിയും നോക്കൂ, മെറ്റാമോർഫിക് റോക്ക് ഡിസിൻറ്റഗ്രേറ്റ്സ്. ആരോ മാർക്ക് നോക്കാം. ഡിസിൻറ്റഗ്രേറ്റ്സ്, പൊടിയുന്നു. പൊടിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ലിഥിഫൈസിൻ ലെയേഴ്സായിട്ട് മാറും. അതുപോലെ തന്നെ അത് സെഡിമെൻ്ററി റോക്കായിട്ട് മാറും. പിന്നെ സെഡിമെൻ്ററി റോക്ക് ഡിസിൻറ്റഗ്രേറ്റ്സ്. സെഡിമെൻ്ററി റോക്സും ഡിസിൻറ്റഗ്രേറ്റ്സ്, പൊടിഞ്ഞാൽ അത് പിന്നെ ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറും. ഇഗ്നിയസ് റോക്സ് ആണെങ്കിൽ ഹൈ പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്തായിട്ട് മാറാം? മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും. മെറ്റാമോർഫിക് റോക്സ് കണ്ടില്ലേ? ആരോ മാർക്ക് നോക്കുക. മെൽസ് ആൻഡ് ഫോംസ് ലാവ ആൻഡ് മാഗ്മ ആൻഡ് സോൾഡിഫൈസ് ഇഗ്നിയസ് റോക്സ്. മെറ്റാമോർഫിക് റോക്സ് ക്രമേണ ഇഗ്നിയസ് റോക്കായിട്ട് മാറാം. അപ്പോൾ ഒരിക്കലും എന്തില്ല?
The rocks may not remain in their original form forever. They are subjected to several changes over time. കാലക്രമേണ അവ ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായി വരുന്നു എന്നുള്ളതാണ്. ഇനി ഈ പ്രോസസ്സ് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കണം. അതുപോലെ തന്നെ ഈ റോക്ക് സൈക്കിള് ക്വസ്റ്റ്യൻ അവിടെ വരച്ചുകൊണ്ട് ഇല്ലസ്ട്രേറ്റ് ദ ഡയഗ്രാം, ഇല്ലസ്ട്രേറ്റ് ദ റോക്ക് സൈക്കിൾ എന്ന് കൊടുത്താൽ മതി. ചിത്രം വരയ്ക്കുക എന്നർത്ഥം. റോക്ക് സൈക്കിളിൻ്റെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് ഈ ചിത്രം വരയ്ക്കുക, അതിൽ എഴുതാനുള്ളതൊക്കെ അതുപോലെ എഴുതുക കേട്ടോ. നമുക്കിതൊന്ന് പൂരിപ്പിച്ച് നോക്കാം. നോക്കൂ, ആ പ്രോസസ്സൊക്കെ ചിത്രം എടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കിയൊക്കെ എങ്ങനെ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ അത് അടയാളപ്പെടുത്തി എഴുതിയിടണം കേട്ടോ. എന്താണ് ഇഗ്നിയസ് റോക്സ്? ഇഗ്നിയസ് റോക്സ്, ആ റോക്സ് എന്ത് ചെയ്യുന്നു? ആരോ മാർക്ക് എങ്ങടാ നോക്കാം. ഒരു ആരോ മാർക്ക് കണ്ടു സെഡിമെൻ്ററി റോക്സിൻ്റെ അടുത്തേക്ക് അല്ലേ? അപ്പോൾ ഇഗ്നിയസ് റോക്സ് ചിത്രം നോക്കുക നിങ്ങൾ. ഇഗ്നിയസ് റോക്സ് കണ്ടു. അതെങ്ങനെയാണ് സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നത്? സെഡിമെൻ്ററി റോക്സ് ആയിട്ട് മാറുന്നത് ഡിസിൻറ്റഗ്രേറ്റ്സ് അല്ലേ? അപ്പോൾ ആരോ മാർക്കിൽ താഴത്തുള്ള ആരോ മാർക്കിൽ എഴുതിട്ടോ ഇഗ്നിയസ് റോക്ക് മെൽസ് നിലയുടെ താഴെ ഡിസിൻറ്റഗ്രേറ്റ്സ് ആൻഡ് ഫോംസ് സെഡിമെൻ്ററി റോക്ക്. ഇനി സെഡിമെൻ്ററി റോക്സ് എങ്ങനെയാവുക? ആദ്യത്തെ ചിത്രത്തിൽ ഈ സെഡിമെൻ്ററി റോക്സ് നോക്കുക. മെൽസ് ഉരുകുന്നു, എന്നിട്ട് അതെന്തായിട്ട് മാറുന്നു? ഇഗ്നിയസ് റോക്കായിട്ട് മാറുന്നു. അതുപോലെ മെറ്റാമോർഫിക് റോക്ക്, മെറ്റാമോർഫിക് റോക്ക് ആരോ മാർക്ക് നോക്കുക. മെറ്റാമോർഫിക് റോക്ക് എങ്ങനെ ഏതായിട്ട് മാറും? ഇഗ്നിയസ് റോക്കായിട്ട് മാറും. എങ്ങനെയാണ് മാറുന്നത്? മെറ്റാമോർഫിക് റോക്ക് ഇഗ്നിയസ് റോക്സ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ചിത്രം നോക്കൂ നിങ്ങൾ. മെൽസ്, മെൽസ് എന്നാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ, താഴത്തെ അതിൽ. മെറ്റാമോർഫിക് റോക്സ് മെൽസ് ആൻഡ് ഫോംസ് ഇഗ്നിയസ് റോക്സ്. ഇനി ആരോ മാർക്ക് അങ്ങോട്ട് മേലെ ഉള്ളത് നോക്കുക. ഇഗ്നിയസ് റോക്സ് എങ്ങനെയാണ് മെറ്റാമോർഫിക് റോക്കായിട്ട് മാറുന്നത്? ഇഗ്നിയസ് റോക്സ് ഹൈ പ്രഷർ ഓർ ടെമ്പറേച്ചർ എന്ന് കൊടുക്കുക. ഇഗ്നിയസ് റോക്സ് ഹൈ പ്രഷർ ഓർ ടെമ്പറേച്ചർ എന്തായിട്ട് മാറും? മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും. ദെൻ സെഡിമെൻ്ററി റോക്ക് ആരോ മാർക്ക് നോക്കുക, മെറ്റാമോർഫിക്കിലേക്ക് നോക്കുക. സെഡിമെൻ്ററി റോക്സ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അടിയിൽ തീമ്പൽ എഴുതണ്ടേ, ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൻ്റെ ഫലമായിട്ട് മെറ്റാമോർഫിക് റോക്കായിട്ട് മാറും. ഇനി മെറ്റാമോർഫിക് റോക്ക് എങ്ങനെയാണ് സെഡിമെൻ്ററി റോക്കായിട്ട് മാറുന്നത്? ഡിസിൻറ്റഗ്രേറ്റ്സ്. മെറ്റാമോർഫിക് റോക്ക് ഡിസ്ഇൻറ്റഗ്രേറ്റ്സ് ആൻഡ് ഫോംസ് സെഡിമെൻ്ററി റോക്ക്. അപ്പോൾ നിങ്ങൾ ഈ പ്രോസസ്സ് എന്നുള്ളതിൽ പ്രോസസ്സ് മാത്രം ഞാനൊന്ന് വായിച്ചു തരാം. അത് പ്രകാരം വായിക്കുക, എന്നിട്ട് ആരോ മാർക്ക് നോക്കിയിട്ട് നിങ്ങൾ അടയാളപ്പെടുത്തുക കേട്ടോ. മെൽസ് എന്ന് അവിടെ തന്നിട്ടുണ്ട്. ദെൻ ഡിസിൻറ്റഗ്രേറ്റ്സ്, അടുത്തതിൽ ഹൈ പ്രഷർ ഓർ ടെമ്പറേച്ചർ, നീലയമ്പിൽ രണ്ടാമത്തേൽ മെൽസ്, പച്ചയിൽ ഫസ്റ്റിൽ ഡിസിൻറ്റഗ്രേറ്റ്സ്, താഴെ ഹൈ പ്രഷർ ഓർ ടെമ്പറേച്ചർ കേട്ടോ. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഈ ചോദ്യം സൈക്കിൾ വരയ്ക്കുക, റോക്ക് സൈക്കിൾ വരയ്ക്കുക ആൻഡ് ഫിൽ ഇൻ ദിസ് ടേബിൾ. ദെൻ വെതറിങ്. വെതറിങ്, എന്താ വെതറിങ് എന്ന് പറയുമ്പോൾ പൊടിയൽ. റോക്സൊക്കെ പൊടിയില്ലേ, അതിനാണ് വെതറിങ് എന്ന് പറയുക കേട്ടോ. എങ്ങനെയാണ് റോക്സ് പൊടിയുക? വെതറിങ് എങ്ങനെ സംഭവിക്കുന്നു? You have learned about the different types of rocks. They undergo various changes with time. Such disintegration or decomposition of rocks is known as weathering. Weathering. Decomposition. Decomposition എന്ന് പറയുമ്പോൾ ജീർണിക്കുക എന്നർത്ഥം. അങ്ങനെ കുറേ പഴക്കം ചെന്നിട്ട് റോക്സ് പൊടിയും, അതിനാണ് ജീർണിക്കുക എന്ന് പറയാം, ഡീകോമ്പോസിഷൻ. അതുപോലെ തന്നെ ഡിസിൻറ്റഗ്രേഷൻ, പൊടിയൽ അല്ലേ. Disintegration or decomposition of rocks is known as weathering. റോക്സ് പൊടിയുക, ജീർണിച്ചിട്ട് പൊടിയുക, decomposition of rocks, that is called weathering. As a result, the physical and chemical composition of rocks change.
ഇങ്ങനെ ഈ വെതറിങ്ങിന് വിധേയമാകുമ്പോൾ എന്താ ഉണ്ടാവുക? റോക്സിന് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ കെമിക്കലായിട്ടൊക്കെ ധാരാളം രൂപമാറ്റങ്ങൾ സംഭവിക്കും. ഫിസിക്കൽ ഭൗതികമായിട്ട്, കെമിക്കൽ രാസികമായിട്ട്. ഇങ്ങനെ വെതറിങ് സംഭവിച്ചിട്ടുള്ള റോക്സിന് ക്രമേണ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ composition of rocks change. Familiarize the different types of weathering from the flow chart below. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെതറിങ് ആണ്. There are 3 types of weathering: physical or mechanical weathering, chemical weathering and biological weathering. Weatherings are 3 types: physical or mechanical weathering. എന്താണ് physical or mechanical weathering എന്ന് പറയുമ്പോൾ? The expansion and contraction of minerals due to the variations in temperature results in weathering. Disintegration also occurs due to the freezing of water in the fissures of rocks. The expansion and contraction of minerals due to the variations in temperature results in weathering. അതായത് എല്ലാ കാലത്തും ഭൂമിയിൽ ഒരേ ചൂടല്ലല്ലോ. തണുപ്പ് കാലത്തും മഴക്കാലത്തും ചൂടുകാലത്തൊക്കെ ഒരേ ടെമ്പറേച്ചർ ആയിരിക്കുമോ? അല്ല, ഈ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഇങ്ങനെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഈ റോക്സിലുള്ള മിനറൽസ് ഉണ്ടല്ലോ, അതിനും ധാരാളം ചേഞ്ചസ് വരും. അപ്പോൾ റോക്സ് എന്ത് ചെയ്യും? ഡിസിൻറ്റഗ്രേഷൻ ആൾസോ ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീസിങ് ഓഫ് വാട്ടർ ഇൻ ദ ഫിഷേഴ്സ് ഓഫ് റോക്സ്. അതുപോലെ തന്നെ ഈ വെള്ളം ശിലകളുടെ ഇടയിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യില്ലേ, കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ ക്രമേണ അവിടെ ആ ഫ്രീസിങ്ങിന് വിധേയമാകും പിന്നെ ശിലകൾ, റോക്സ്. അങ്ങനെയൊക്കെ ശിലകൾക്ക് വെതറിങ് സംഭവിക്കാം, റോക്കുകൾ പൊട്ടിപ്പൊടിയാം കേട്ടോ. ദിസ് ടൈപ്പ് ഓഫ് വെതറിങ് ഈസ് കോൾഡ് physical or mechanical weathering. The expansion and contraction of minerals due to the variations in temperature results in weathering. Disintegration also occurs due to the freezing of water in the fissures of rocks. Then chemical weathering. Oxygen, carbon dioxide, water etc. react with the minerals and result in the chemical decomposition of rocks. Chemical decomposition എന്ന് പറയുമ്പോൾ രാസികമായിട്ടുള്ള രാസപരമായിട്ട് ധാരാളം ജീർണനത്തിന്, പൊടിയലിന് പാറകൾ വിധേയമാകുന്നു. അതായത് നമുക്കറിയാം റോക്സിൽ ഓക്സിജൻ്റെ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ എക്സെട്ര ഒക്കെ ഉണ്ട് അല്ലേ? ദീസ് മിനറൽസ് റിയാക്ട് ആൻഡ് റിസൾട്ട് ഇൻ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. അപ്പോൾ ഈ മിനറൽസ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ ശിലകളിലെ ധാതുക്കളുമായിട്ട് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ തുടങ്ങിയവയൊക്കെ റോക്സിലുള്ള മിനറൽസുമായിട്ട് രാസപ്രവർത്തനങ്ങൾ നടക്കും, കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കും. അപ്പോൾ റോക്സിന് എന്ത് സംഭവിക്കും? കെമിക്കൽ ഡീകമ്പോസിഷൻ നടക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആ വെതറിങ്ങാണ് കെമിക്കൽ വെതറിങ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ ബയോളജിക്കൽ വെതറിങ്. ഇപ്പോൾ നമുക്കൊരു പാറയിലേക്ക് മരത്തിൻ്റെ വേരൊക്കെ ഇങ്ങനെ ചെന്ന് അള്ളി പിടിച്ച് നിൽക്കുകയാണ്. കുറേ കഴിയുമ്പോൾ എന്തുണ്ടാവും? ഈ വേര് ചെന്നിട്ട് പാറകൾ പൊട്ടിപ്പൊടിയാൻ തുടങ്ങില്ലേ? അതാണ് ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുമ്പോൾ. ദ പ്ലാന്റ് റൂട്ട്സ് penetrating into the fissures in rocks, burrowing of animals and the decomposition of plants and animal remains led to weathering. Apart from these, human activities such as mining and quarrying also led to weathering. Biological weathering എന്ന് പറയുമ്പോൾ the plant roots, സസ്യങ്ങളുടെ വേരുകൾ അല്ലേ, അത് എന്ത് ചെയ്യുന്നു? പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. പ്ലാന്റ് റൂട്ട്സ് പെനിട്രേറ്റിംഗ് ഇൻ ടു ദ ഫിഷേഴ്സ് ഇൻ റോക്സ്. പിന്നെയോ ബറോവിങ് ഓഫ് ആനിമൽസ്. ആനിമൽസ് ഇങ്ങനെ പാറകളൊക്കെ തുരക്കില്ലേ, പാറകൾ തുരക്കുക, അതാണ് ബറോവിങ് ഓഫ് ആനിമൽസ്. ചെറു ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുക. ആൻഡ് ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻ ലെഡ് ടു വെതറിങ്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയൊക്കെ പ്രവർത്തനമായിട്ട് ഒരു വെതറിങ് അവിടെ നടക്കുന്നുണ്ട് റോക്സിന് അല്ലേ? എപ്പാർട്ട് ഫ്രം ദീസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് മൈനിങ് ആൻഡ് ക്വാറിയിങ് ആൾസോ ലെഡ് ടു വെതറിങ്. ഇതിൻ്റെയൊക്കെ പുറമെ മനുഷ്യനും വെതറിങ്ങിന്, ബയോളജിക്കൽ വെതറിങ്ങിന് കാരണമാകുന്നുണ്ട്. ക്വാറികൾ ഉണ്ടാക്കുക പാറ പൊട്ടിച്ചിട്ട്. പിന്നെയോ മൈനിങ്,
ഖനികൾ നിർമ്മിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പാറകൾക്ക് നാശം സംഭവിക്കുന്നുണ്ടല്ലോ. ദിസ് ടൈപ്പ് ഓഫ് വെതറിങ്സ് ആർ കോൾഡ് ബയോളജിക്കൽ വെതറിങ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് വെതറിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ദെൻ വെതറിങ് ആൻഡ് ഹ്യൂമൻസ്, മനുഷ്യനും വെതറിങ്ങും അല്ലേ, പാറ പൊടിയലും എങ്ങനെയൊക്കെ ബന്ധമുണ്ടെന്നാണ് നോക്കുക. ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു ദ വെതറിങ് ഓഫ് റോക്സ്? ഫസ്റ്റ് വൺ എന്താണ്? ചിത്രം നോക്കിയിട്ട് പറയൂ. പാറ പൊട്ടിക്കുകയാണ് അല്ലേ? എന്താ അതിന് പറയുക? ക്വാറിയിങ് എന്ന് പറയാം. ക്വാറിയിങ്. പിന്നെ മറ്റൊന്ന് മൈനിങ് ആണ്. മൈനിങ്. പിന്നെ മറ്റൊരു ചിത്രം എന്താണ്? ഈ ചിത്രം എന്താണ്? കുന്ന് ഇടിക്കുകയാണ് അല്ലേ? കുന്ന് ഇടിക്കുകയാണ്. കുന്നിടിച്ചിട്ട് അവിടെ എന്തൊരു റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് നടക്കുകയാണ്. റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ്. പിന്നെ ഇത് എന്തോ ഒരു മൈനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ കിണറുണ്ടാക്കുക അങ്ങനെ എന്തോ ചെയ്യണം. പാറ പൊട്ടിക്കുകയാണ് സംഭവം. ഇതൊക്കെ ഹ്യൂമൺ ആക്ടിവിറ്റീസ്. വെതറിങ് ആൻഡ് ഹ്യൂമൻസ് അല്ലേ? ഈ ആക്ടിവിറ്റീസൊക്കെ ആര് ചെയ്യുന്നതാണ്? ഹ്യൂമൺ ആക്ടിവിറ്റീസാണ്. അപ്പോൾ അവിടെ നിന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തോളൂ. ക്വാറിയിങ്. വാട്ട് ആർ ദ ഹ്യൂമൺ ആക്ടിവിറ്റീസ് ദാറ്റ് ലെഡ് ടു ദ വെതറിങ് ഓഫ് റോക്സ് എന്നാണ് എഴുതിയിട്ടുള്ളൂ. ക്വാറിയിങ്, മൈനിങ്, MINING, മൈനിങ്, ഖനനം. പിന്നെ ഡീഫോറസ്റ്റേഷൻ, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ദെൻ എക്സസ് യൂസ് ഓഫ് കെമിക്കൽസ്, അമിതമായിട്ടുള്ള വളപ്രയോഗങ്ങൾ, അതും മനുഷ്യനെ ഇടപെട്ടിട്ടുള്ള ഒരു വെതറിങ് ആണ്. ദെൻ വെതറിങ് ഹെൽപ്സ് ഹ്യൂമൻസ് ഇൻ മെനി വേയ്സ്. വെതറിങ് മനുഷ്യന് ധാരാളം ഉപകാരങ്ങളുണ്ട്. എന്താണ്? വെതറിങ് ഹെൽപ്സ് ഹ്യൂമൻസ് ഇൻ മെനി വേയ്സ്. മിനറൽസ് ഇൻ റോക്സ് ഗെറ്റ് എക്സ്ട്രാക്റ്റഡ് അല്ലേ? റോക്സിലുള്ള മിനറൽസൊക്കെ വേർതിരിക്കാൻ സാധിക്കുന്നു. ഹെൽപ്സ് ഇൻ മൈനിങ്. വെതറിങ് ഹെൽപ്സ് ഇൻ മൈനിങ്, ഖനനം. കോസസ് സോയിൽ ഫോർമേഷൻ. വെതറിങ് കോസസ് സോയിൽ ഫോർമേഷൻ. അപ്പോൾ ഈ വെതറിങ്ങിൻ്റെ ഫലമായിട്ടാണ് മണ്ണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് ഇത്രയും ഭാഗങ്ങളാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിലാണ് സോയിൽ ഇവോൾവ്സ് എന്നുള്ളത് എടുക്കുന്നത്. നേരത്തേൽ കുറേ ഭാഗങ്ങൾ നോട്ട്സൊക്കെ എഴുതാനുള്ളതുണ്ട്, ശ്രദ്ധിക്കുക. ലിത്തോസ്ഫിയർ, asthenosphere, റോക്സ് ഒരു സൈഡ് ഹെഡിങ് കൊടുക്കുക. മിനറൽസ്, ക്ലാസിഫൈസ് ദ റോക്സ് ഇത് എഴുതണം കേട്ടോ. പിന്നെ റോക്ക് സൈക്കിള് വരയ്ക്കുക. ദെൻ fill in this blanks. വിട്ട ഭാഗമൊക്കെ പൂരിപ്പിക്കാം. പിന്നെ what is meant by weathering? 3 types of weathering. ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. What are the human activities that led to the weathering of rocks? ഈ പോയിന്റ്സ് എഴുതുക. Weathering helps human in many ways. ഈ പോയിന്റ്സ് എഴുതുക. ഓക്കെ, ഇത് നന്നായിട്ട് എഴുതിയിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് നന്നായിട്ട് കേൾക്കണം. താങ്ക് യു.